അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടുവാർഡ്സ് ഈക്വാലിറ്റി ചാപ്റ്റർ 9 ബാക്കി ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. Shanti is studying class 5. Her family consists of father, mother, sister and brother. Being in the coastal area, they live in fear when the sea gets rough. The biggest problem they face is the absence of a safe and secure home. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ശാന്തി 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾക്ക് അച്ഛനും അമ്മയും ചേച്ചിയും അനുജനുമുണ്ട്. തീരപ്രദേശത്ത് താമസിക്കുന്ന അവർ കടലാക്രമണം രൂക്ഷമാകുമ്പോൾ ഭീതിയോടെയാണ് കഴിയുന്നത്. കെട്ടുറപ്പുള്ള വീടില്ലാത്തതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അടുത്തത്, ആകാശ് ആൻഡ് ഹിസ് ഫാമിലി ലിവ് ഇൻ എ ഹില്ലി ഏരിയ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ആകാശ് ആൻഡ് ഹിസ് സിസ്റ്റേഴ്സ് ടു ഗോ ടു സ്കൂൾ ഡ്യൂ ടു ഇൻആഡക്വേറ്റ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ആകാശവും കുടുംബവും മലയോര മേഖലയിലാണ് താമസിക്കുന്നത്. വാഹന സൗകര്യം ഇല്ലാത്തതിനാൽ ആകാശനും സഹോദരിമാർക്കും സ്കൂളിൽ പോകുന്നതിന് പ്രയാസമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ അബൌട്ട് ടു സീനറീസ്. വാട്ട് ആർ ദ പ്രോബ്ലം ദേ ഫേസ്? അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ എന്തൊക്കെയായിരിക്കും? The note mentions various problems faced by Shanti and Akash. ശാന്തിയും ആകാശും നേരിടുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ശാന്തി residing in a coastal area faces the constant threat of sea erosion. The lack of decent home is the most important problem. ശാന്തി താമസിക്കുന്നത് കടലോര മേഖലയിൽ ആയതുകൊണ്ട് തന്നെ കടലാക്രമണ ഭീഷണി ഉണ്ടാകുന്നുണ്ട്. അവിടെ മെച്ചപ്പെട്ട ഒരു വീടില്ല എന്നുള്ളതാണ് ശാന്തിയും കുടുംബവും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അടുത്തത്, meanwhile Akash and his family live in a mountainous region. Due to inadequate transport facilities, it is difficult for Akash and his sister to go to school. Analyzing these situations, it becomes evident that both of them are subjected to socio-economic inequalities. Moreover, we can recognize that topography is also a factor in this disparity. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നേ? അതേസമയം ആകാശവും കുടുംബവും താമസിക്കുന്നത് ഒരു മലയോര മേഖലയിലാണ്. അവിടെ വാഹന സൗകര്യം ഇല്ലാത്തതിനാൽ ആകാശിനും സഹോദരിക്കും സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. ഈ രണ്ട് സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവർ രണ്ടുപേരും സാമൂഹിക സാമ്പത്തിക അസമത്വത്തിന് വിധേയരാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം അസമത്വത്തിന് ഭൂപ്രകൃതിയും ഒരു ഘടകമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നെക്സ്റ്റ്, find and discuss in the class the opportunities and schemes that help to uplift the students educationally, address their backwardness and reduce inequality. സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ക്ഷേമ പെൻഷനുകൾ, സ്കോളർഷിപ്പ് എന്നിവ സംബന്ധിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ എന്തെല്ലായിരിക്കും? Welfare pensions are social security schemes aimed to providing financial assistance to people who are socially and economically backwards as well as vulnerable groups. The chief beneficiaries of welfare pensions are senior citizens, the differently able, widows, unmarried women above 15 years of age, farmers, etc. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ. മുതിർന്ന പൗരർ, ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ തുടങ്ങിയവരാണ് ക്ഷേമ പെൻഷനുകളുടെ പ്രധാന ഗുണഭോക്താക്കൾ. Next, important welfare pension schemes include the agriculture labor pension, old age pension, disability pension and the national widow pension scheme. കർഷക തൊഴിലാളി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, ഡിസബിലിറ്റി പെൻഷൻ, ദേശീയ വിധവാ പെൻഷൻ സ്കീം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷനുകൾ. നെക്സ്റ്റ്, സിമിലർലി ദ ഗവൺമെന്റ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് മെനി സ്കോളർഷിപ്പ്
for students to meet their educational purpose. Prominent scholarship in the educational sector include pre-matric scholarship, post-matric scholarship, merit scholarship, C.H. Muhammad Koya scholarship, single girl child scholarship, and scholarship for scheduled caste and scheduled tribes. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി സ്കോളർഷിപ്പുകളും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രീമെട്രിക് സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, മെറിറ്റ് സ്കോളർഷിപ്പ്, C.H. മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്, ഒറ്റ പെൺകുട്ടി സ്കോളർഷിപ്പ്, പട്ടികജാതി പട്ടികവർഗ സ്കോളർഷിപ്പുകൾ തുടങ്ങിയവയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിലവിലുള്ള പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകൾ. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളെ കുറിച്ച് പാഠപുസ്തകം പേജ് 157-158 നൽകിയിരിക്കുന്ന വിവരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെ? ഇതിന്റെ അടിസ്ഥാനത്തിൽ അവയുടെ പേര്, ഗുണഭോക്താക്കൾ, സവിശേഷതകൾ എന്നിവ ഉൾപ്പെടുത്തി ഒരു പട്ടിക തയ്യാറാക്കുക. ഫസ്റ്റ് പ്രൊജക്ട് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. അതിൻ്റെ ബെനിഫിഷ്യറീസ് റൂറൽ പീപ്പിൾ ഏജ് 18 ആൻഡ് എബവ്. ഫീച്ചേഴ്സ് ഗ്യാരണ്ടി 100 days of wage employment in a financial year to each rural household. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. അതിൻ്റെ ഗുണഭോക്താക്കൾ ഗ്രാമീണ മേഖലയിലെ 18 വയസ്സിന് മുകളിലുള്ളവർ. അതിൻ്റെ സവിശേഷതകൾ ഓരോ കുടുംബത്തിനും ഓരോ സാമ്പത്തിക വർഷം പരമാവധി 100 ദിവസത്തെ തൊഴിൽ നൽകുന്നു. അടുത്ത പ്രൊജക്റ്റ് ലൈഫ് മിഷൻ. അതിൻ്റെ ബെനിഫിഷ്യറീസ് ഓൾ ദ ലാൻഡീൽസ് ലാൻഡ് ഓണിംഗ് ഹോംലെസ് പീപ്പിൾ, ദോസ് അണേബിൾ ടു കംപ്ലീറ്റ് ഹൗസ് കൺസ്ട്രക്ഷൻ ആൻഡ് ദോസ് വിത്ത് ടെമ്പററി ഷെൽട്ടേഴ്സ്. കീ ഫീച്ചേഴ്സ് അതിൻ്റെ പ്രൊവൈഡ്സ് എ ഹൗസ് ഓഫ് ദർ ഓൺ. ലൈഫ് മിഷനാണ്. അതിൻ്റെ ഗുണഭോക്താക്കൾ എല്ലാ ഭൂരഹിതരും, ഭൂമിയുള്ള ഭവനരഹിതർ, ഭവന നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തവർ, താൽക്കാലിക ഭവനം ഉള്ളവർ. അതിൻ്റെ സവിശേഷതകൾ സ്വന്തമായി വീട് ലഭ്യമാകുന്നു. അടുത്തത് വിദ്യാവാഹിനി. അതിൻ്റെ ബെനിഫിഷ്യറീസ് ട്രൈബൽ സ്റ്റുഡൻസ്. ഫീച്ചേഴ്സ് പ്രൊവൈഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ടു സ്റ്റുഡൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ അക്കാദമിക് ഇയർ ഇറ്റ്സെൽഫ്. അടുത്ത പ്രൊജക്റ്റിന്റെ പേര് വിദ്യാവാഹിനി. ഗുണഭോക്താക്കൾ ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾ. സവിശേഷതകൾ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിന് അധ്യയന വർഷാരംഭം തന്നെ വാഹനങ്ങൾ ഏർപ്പെടുത്തുന്നു. അടുത്തത് തീരമൈത്രി. ബെനിഫിഷ്യറീസ് ഫിഷർ വുമൺ. ഫീച്ചേഴ്സ് ഇംപ്രൂവ്സ് ദ എക്കോണമിക് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഫിഷർ വുമൺ. അടുത്തത് തീരമൈത്രി പ്രൊജക്റ്റാണ്. അതിൻ്റെ ഗുണഭോക്താക്കൾ വനിതാ മത്സ്യത്തൊഴിലാളികൾ. സവിശേഷതകൾ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനം. അടുത്തത് കൈവല്യ. അതിൻ്റെ ബെനിഫിഷ്യറീസ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ജോബ് സീക്കേഴ്സ്. ഫീച്ചേഴ്സ് പ്രൊമോട്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സോഷ്യൽ ഇൻക്ലൂഷൻ. അടുത്തത് കൈവല്യ. അതിൻ്റെ ഗുണഭോക്താക്കൾ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾ. സവിശേഷതകൾ അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ. അടുത്തത് ജനനി ജന്മരക്ഷ. ബെനിഫിഷ്യറീസ് പ്രഗ്നന്റ് വുമൻ ആൻഡ് മദേഴ്സ് ബിലോങ്സ് ടു ട്രൈബൽ ഗ്രൂപ്പ്സ്. അതിൻ്റെ ഫീച്ചേഴ്സ് എസെൻഷ്യസ് ന്യൂട്രീഷണൽ ഫുഡ്. അടുത്തത് ജനനി ജന്മരക്ഷ പ്രൊജക്റ്റാണ്. അതിൻ്റെ ഗുണഭോക്താക്കൾ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികളും അമ്മമാരും. സവിശേഷതകൾ പോഷകാഹാരം ഉറപ്പുവരുത്തൽ. അടുത്തത് പ്രതിഭാ തീരം. ബെനിഫിഷ്യറീസ് ചിൽഡ്രൻ ഇൻ കോസ്റ്റൽ ഏരിയാസ്. ഫീച്ചേഴ്സ് പ്രൊമോട്ട് എഡ്യൂക്കേഷണൽ പ്രോഗ്രസ്. പ്രതിഭാ തീരം. അതിൻ്റെ ഗുണഭോക്താക്കൾ തീരദേശ മേഖലയിലെ കുട്ടികൾ. സവിശേഷതകൾ വിദ്യാഭ്യാസ പുരോഗതി. അടുത്തത് ഗോത്രബന്ധു. അതിൻ്റെ ബെനിഫിഷ്യറീസ് പ്രൊമോട്ട്സ് ഈക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ, അഡ്രസ് ലാംഗ്വേജ് ഇഷ്യൂസ് ആൻഡ് പ്രിവെന്റ് ട്രിബ്യൂട്ട്. ഗോത്രബന്ധുവിന്റെ ഗുണഭോക്താക്കൾ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ. സവിശേഷതകൾ വിദ്യാഭ്യാസ മേഖലയിലെ തുല്യത. ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക. അടുത്തത് ബാലിക സമൃദ്ധി യോജന സ്കോളർഷിപ്പ്. അതിന്റെ ബെനിഫിഷ്യറീസ് പുവർ ഗേൾസ്. ഫീച്ചേഴ്സ് ഇംപ്രൂവ്സ് ദ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഗേൾസ്. ബാലിക സമൃദ്ധി യോജനയുടെ
ഗുണഭോക്താക്കൾ പാവപ്പെട്ട പെൺകുട്ടികൾ, അതിന്റെ സവിശേഷതകൾ, പെൺകുട്ടികളുടെ സാമൂഹിക നില മെച്ചപ്പെടുത്തുക. നെക്സ്റ്റ്, പ്രിപ്പയർ എ പോസ്റ്റർ ടു ക്രിയേറ്റ് അവയർനെസ് ഓഫ് വേരിയസ് സ്കീംസ് ഇംപ്ലിമെന്റഡ് ബൈ ഗവൺമെന്റ്സ് ടു അഡ്രസ് സോഷ്യോ എക്കോണമിക് ഈക്വാലിറ്റീസ്. സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനുള്ള പോസ്റ്റർ തയ്യാറാക്കുക. അപ്പൊ എന്തെല്ലായിരിക്കും? എംപ്ലോയ്മെന്റ് ഈസ് ഗ്യാരണ്ടീഡ് ഫോർ 100 days. ഉറപ്പാണ് തൊഴിൽ 100 ദിവസം. അടുത്തത്, കൺസ്ട്രക്ടിങ് ഹോംസ് ക്രാഫ്റ്റിംഗ് ലീവ്സ് ത്രൂ ലൈഫ് മിഷൻ. വീടൊരുക്കാം, ജീവിതം ഒരുക്കാം ലൈഫ് മിഷനിലൂടെ. അടുത്തത്, ലെറ്റ് ഡിസബിലിറ്റി ഫേഡ് ആൻഡ് ലെറ്റ് കൈവല്യം പ്രിവെയിൽ. വൈകല്യം അകലട്ടെ, കൈവല്യം നിറയട്ടെ. ഈ പാഠഭാഗത്തെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തു നോക്കി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.